പത്തരമാറ്റിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നന്ദു ഓരോ ദിവസം കഴിയുന്തോറും ട്രെയിനറുടെ കഠിനമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുവാണ്. ഒടുവിൽ തനിക്കത് താങ്ങാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. സഹികടന്ന് നന്ദു ട്രെയിനറോട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും ചെവിക്കൊള്ളാതെ നന്ദുവിനെ മാത്രം എന്തോ പകപോക്കുന്നത് പോലെ കഠിനമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അതിന്റെ ഫലമെന്നോണം നന്ദു മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ലാതെ അങ്ങ് തകർന്നു പോകുന്നുണ്ട്. തന്റെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദു ഒടുവിൽ തന്റെ കൂട്ടുകാരിയോട് പറയുവാണ്, ഹേടി, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. പക്ഷേ SI ആയിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത് എൻ്റെ ദീർഘകാലത്തെ സ്വപ്നമാണ്. അത് മാത്രമാണ് എന്നെ പിന്നെയും മുമ്പോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ആ സ്വപ്നം നേടിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നാളെ ഇനി അയാൾ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. അതോർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുമ്പോൾ തുഷാരൻ നന്ദുവിനോടായിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇതെല്ലാം അനുഭവിച്ചിട്ടും ഒന്നും പ്രതികരിക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ മറ്റാർക്കും കൊടുക്കാത്ത പരിശീലനങ്ങളാണ് നിനക്ക് മാത്രമായിട്ട് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം അയാൾക്ക് നിന്നോട് എന്തോ പകയുള്ളത് പോലെ. ഒരിക്കലും നിന്നെ ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തു പോകാൻ അയാൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യേ. അനന്തപുരിയിലെ കാര്യവും മൂർത്തി സാറിന്റെ കാര്യവും നീ പലപ്പോഴായിട്ട് പറഞ്ഞിട്ട് എനിക്കറിയാം. അവിടേക്ക് വിളിച്ചിട്ട് നിന്റെ മൂർത്തി മുത്തശ്ശനോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കേ. അവരൊക്കെ വലിയ ആളുകളല്ലേ, ഉന്നത സ്ഥാനങ്ങളിൽ പിടിപാടുണ്ടാവും. അദ്ദേഹം ഇതറിഞ്ഞാൽ നിസ്സാരമായിട്ട് ഇത് കൈകാര്യം ചെയ്തോളും. അതൊന്നും വേണ്ടടി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ അവിടേക്ക് വിളിച്ചു പറഞ്ഞ് എന്തിനു വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവരെ വലിച്ചേക്കണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. മാത്രവുമല്ല, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഞാൻ അയാൾക്കെതിരെ കൊടുത്താൽ അത് ചിലപ്പോൾ എൻ്റെ കരിയറിനെ വരെ ബാധിച്ചേക്കും. അയാൾക്ക് ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ. അയാളുടെ ബന്ധങ്ങളും സാധ്യതകളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാനും തെളിവുകൾ കെട്ടിച്ചമക്കാനും ഒക്കെ അവർക്ക് കഴിയും. ട്രെയിനിങ് ക്യാമ്പിൽ കിടന്നുകൊണ്ട് ഏത് രീതിയിലാണ് എനിക്കിനി പ്രതികരിക്കാൻ കഴിയുക? അതുകൊണ്ട് ഇങ്ങനെയുള്ള നീക്കങ്ങളൊന്നും ശരിയാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നന്ദു, നീ ഇതിങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അവസ്ഥ തുടർന്നു പോവുകയാണെങ്കിൽ നീ ശാരീരികമായിട്ട് അങ്ങേയറ്റം തളർന്നു പോകും. ഒടുവിൽ മെഡിക്കൽ ഫിറ്റ്നസിൽ പരാജയപ്പെട്ട് ഈ ജോലി ലഭിക്കാതെ നിനക്ക് ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് നീ ആലോചിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്നെ അയാൾ ഇങ്ങനെ കഠിനമായിട്ട് കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വിഷമമാണ്. ഇവിടെ നമ്മൾ ആരും ഒരാളെ പരാജയപ്പെടുത്തി മറ്റൊരാൾക്ക് വിജയിക്കണമെന്നുള്ള ചിന്തയുമായിട്ട് വന്നതല്ലല്ലോ. എല്ലാവരും SI ആകണമെന്നുള്ള ആഗ്രഹത്തോടെയല്ലേ ഇങ്ങോട്ട് വന്നത്. അതിൽ ഒരാൾ മാത്രം ക്വാളിഫൈ ആകാതെ പുറത്തു പോയാൽ എല്ലാവർക്കും അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. ഒരുമിച്ചല്ലേ ഇവിടെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പോകുമ്പോൾ സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെ മനസ്സിന്റെ ബലമായിട്ടുള്ള സംശയം ഇതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കുമില്ലാത്ത ഒരു കഠിന പരിശീലനം നിനക്ക് മാത്രം അയാൾ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ്? എന്നോട് മാത്രം പരുഷമായിട്ട് സംസാരിക്കുന്നു. മാത്രമല്ല, നീ അയാൾ പറയുന്ന പട്ടിപ്പണി ചെയ്യുമ്പോൾ അയാളുടെ ഫോണിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഉദ്ദേശമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മറ്റാർക്കോ വേണ്ടി അയാൾ ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അയാൾ എടുക്കുന്നത് ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രെയിൻ കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് നന്ദുവിന്റെ മനസ്സിലും തോന്നുന്നുണ്ട് കേട്ടോ, അത് ശരിയാണല്ലോ എന്ന്. ട്രെയിനിങ്ങിന്റെ കാര്യം പോട്ടേന്ന് വെക്കാം, പക്ഷെ അയാൾ എന്തിനാണ് എന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്? തുടർന്ന് നന്ദു പറയുകയാണ്, നീ പറയുന്നത് സത്യമായിരിക്കും. അയാൾ എന്നെ മാത്രം ലക്ഷ്യമിട്ട് വേട്ടയാടുകയാണ്. എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. നമുക്ക് നോക്കാം അയാൾ എവിടെ വരെ പോകുമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുവാണ്. തുടർന്ന് രാവിലെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി വീണ്ടും റെഡിയായിട്ട് ഇറങ്ങുവാണ്. അധികം താമസിയാതെ ട്രെയിനർ എത്തുന്നുണ്ട്. പതിവ് പോലെ നന്ദുവിനെ മാത്രം മാറ്റി നിർത്തി കഠിനമായിട്ടുള്ള പരിശീലനങ്ങൾ അവൾക്ക് മാത്രമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദു അതെല്ലാം മറുത്തൊന്നും പറയാതെ അനുസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും അത് കണ്ട് വിഷമത്തോടെ അങ്ങനെ നിൽക്കുവാണ്. കൂടി നിന്നുകൊണ്ട് പറയുവാണ്, നന്ദു ഒരിക്കലും രക്ഷപ്പെടാൻ ഇയാൾ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അവളെ മാത്രം ലക്ഷ്യം വെച്ചാണ് അയാളുടെ ഓരോ പ്രവൃത്തികളും. അങ്ങനെ സംഭവിച്ചാൽ അധികം വൈകാതെ അവൾ ഇവിടെ തളർന്നു വീഴും. അങ്ങനെ സംഭവിച്ചാൽ മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടാതെ അവൾ പുറത്തു പോകേണ്ടി വരും. അത് തന്നെയായിരിക്കും അയാളുടെയും ലക്ഷ്യം. അല്ലെങ്കിൽ നമുക്കാർക്കും ഇങ്ങനെയുള്ള പരിശീലനങ്ങളൊന്നും അയാൾ തരില്ലല്ലോ. നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല അവളെ കൊണ്ട് അയാൾ ചെയ്യിക്കുന്നത്. അവൾ ചെയ്യുന്നതൊന്നും നമ്മളോട് ചെയ്യാൻ പറയുന്നുമില്ല. അപ്പൊ പിന്നെ ഇതിന്റെ പിന്നിൽ എന്തോ വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട്. കേൾക്കുമ്പോൾ തുഷാര പറയുവാണ്, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താലോ? തന്നെ മഹേഷ് എന്ന് പറയുന്ന ആൾ പറയുവാണ്,
അത് വേണ്ട, നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്താൽ അത് നമുക്കെതിരെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരും. അവൾക്ക് വേണമെങ്കിൽ അവൾ കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ. അതിനോടനുബന്ധിച്ച് അന്വേഷണം വരികയാണെങ്കിൽ നമുക്ക് കണ്ടതും കേട്ടതുമൊക്കെ അവരോട് പറയാം. നന്ദുവിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള സ്വപ്നം SI ആവുക എന്നുള്ളതാണ്. ഇത് കാരണം ഇനി ഒരു പക്ഷേ നമുക്കും അത് പ്രശ്നമായിട്ട് വന്നാൽ അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. പോലീസ് സേനയിൽ ക്രിമിനൽ മൈൻഡുള്ള ധാരാളം ഓഫീസർമാരുണ്ട്. ഇയാളും അതിൽപ്പെട്ട ഒരാളായിരിക്കാം. ഇയാളോടൊക്കെ ഇപ്പോൾ തന്നെ ഏറ്റുമുട്ടാൻ പോയാൽ അതൊരു പക്ഷേ നമ്മുടെ ഭാവി തന്നെ അപകടത്തിലാക്കും. നേരം ഇവർ കൂടി നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് മധുസൂദന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇയാൾ ഉടനെ നന്ദുവിന്റെ അരികിൽ നിന്നും ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ എല്ലാവരും കൂടി ഒരു ചർച്ച? അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കെ പറയുമ്പോൾ അവർ ഓരോരുത്തരായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുവാണ്. തുടർന്ന് അയാൾ കഠിനമായിട്ടുള്ള പല പരിശീലനങ്ങളും വീണ്ടും നന്ദുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒടുവിൽ നന്ദു തളർന്നു വീഴുകയും ചെയ്യുവാണ്. ഇതെല്ലാം അയാൾ ഫോണിൽ പകർത്തി അപ്പോൾ തന്നെ വേണുവിന്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നന്ദു അവിടെ തളർന്നു വീഴുമ്പോൾ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് ഇവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി കിടത്ത്. ആരോഗ്യമില്ലാത്ത ഇവളുമാരൊക്കെ SI ആകണമെന്നുള്ള മോഹം കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിത്തിരിക്കും. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിന്റെ കാര്യമൊന്നും ചിന്തിക്കാതെയായിരിക്കും ഇവിടെ വന്ന് ചാടുന്നത്. എന്തായാലും ഇവളെ കടമ്പോ ഒരിക്കലും കടക്കാൻ സാധ്യതയില്ല. ഇതൊക്കെ പറഞ്ഞ് നന്ദുവിനെ പരിഹസിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറയുവാണ് മധുസൂദനൻ. പോകുന്ന വഴിക്ക് സുഹൃത്തുക്കളൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് ഇത്രയും പക നിന്നോട് തോന്നാൻ എന്തായിരിക്കും കാരണം? നിങ്ങൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലടി, ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത്. ഇയാൾ എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കേൾക്കുമ്പോൾ വീണ്ടും കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ നന്ദു, ഇതിന് പിന്നിൽ എന്തെങ്കിലും കളികൾ കാണും. നിനക്കാരെങ്കിലും ശത്രുക്കൾ നാട്ടിലുണ്ടോ? അവരാരെങ്കിലും ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇയാളെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നന്ദുവിന്റെ മനസ്സും പറയുകയാണ്, ശരിയായിരിക്കും. പക്ഷെ അനാമികയോ അവളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കും ഇതിന് പിന്നിൽ. പണം കൊടുത്തിട്ട് അയാളെ കൊണ്ട് അവരിതൊക്കെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. തുടർന്ന് ട്രെയിനർ മധുസൂദനൻ അറിയാതെ നന്ദു അയാളെ വാച്ച് ചെയ്യാൻ തീരുമാനിക്കുവാണ്. പിന്നെ അടുത്ത ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ അയാൾ ഫോൺ എടുത്ത് വേണുവിനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദു മറഞ്ഞു നിന്ന് അയാളുടെ സംഭാഷണങ്ങൾ കേൾക്കുവാണ്. വേണു, ഞാൻ ഇവിടെ ഇട്ട് അവളെ വറുത്തു കോരിക്കൊണ്ടിരിക്കുവാണ്. ഒരു കാരണവശാലും അവളെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല. അവളെക്കുറിച്ചോർത്ത് നിങ്ങൾക്കിനി യാതൊരുവിധ പേടിയും വേണ്ട. ഞാൻ കൂടുതൽ പറയാതെ തന്നെ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അവളുടെ അവസ്ഥ. ഇല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാവരും കൂടി അവളെ വാരിയെടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത്. അല്ല, അതിന്റെ വീഡിയോ ഞാൻ അയച്ചിരുന്നല്ലോ, കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട്, കണ്ടു. ഞാൻ അതെല്ലാം അപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എൻ്റെ മോളുടെ ഭർത്താവിന്റെ പിറകിൽ ഒരു ബാധ പോലെ കൂടിയിരിക്കുകയാണ് ആ പെണ്ണ്. ഇവളുടെ കാര്യം പറഞ്ഞ് അവർ തമ്മിൽ എന്നും വഴക്കും ബഹളവുമാണ്. സാർ അയച്ചു തന്ന ആ വീഡിയോ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. മധുസൂദനൻ പറയുവാണ്, അതെ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യത്തിലെ പ്രതി അവളല്ല, അത് നിങ്ങളുടെ മരുമകൻ തന്നെയാണ്. അവളുടെ ഫോണിലേക്ക് അവന്റെ കോൾ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവളുടെ ഫോൺ വാങ്ങി ഞാൻ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയും ചെയ്തതാണ്. ദിവസം കുറഞ്ഞത് 100 കോളെങ്കിലും ഈ പെണ്ണിന്റെ ഫോണിലേക്ക് നിങ്ങളുടെ മരുമകൻ വിളിക്കാറുണ്ട്. എന്നാൽ ഇത്രയും ദിവസത്തിനകം 1-2 പ്രാവശ്യം മാത്രമാണ് അവൾ തിരികെ വിളിച്ചിട്ടുള്ളത്. സംസാരമാകട്ടെ 1 മിനിറ്റിന് താഴെ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നിങ്ങളുടെ മരുമകൻ വിളിച്ചിരിക്കുന്ന കോളുകളൊന്നും അവൾ അറ്റൻഡ് ചെയ്യാറ് പോലുമില്ല. പലതും റിജക്റ്റ് ചെയ്യാറാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാകില്ലേ ഇതൊരു 1 വേ ട്രാഫിക് ആണെന്ന്. സാറേ, അങ്ങനെയൊന്നുമല്ല. അവൾക്ക് അവനോടും ഇവൾക്ക് അവനോടും മുടിഞ്ഞ പ്രേമമാണ്. ഇനി ഒരു പക്ഷെ അവിടെ ട്രെയിനിങ് ക്യാമ്പൊക്കെ ആയതുകൊണ്ട് കൂടെയുള്ള ആരെങ്കിലും ഈ പഞ്ചാരയടി ശ്രദ്ധിക്കുമെന്നൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും അവൾ കോളൊന്നും അറ്റൻഡ് ചെയ്യാത്തത്. നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മരുമകനെ ഒന്ന് ഉപദേശിച്ച് നിലക്ക് നിർത്താൻ നോക്ക്. ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. അപ്പോൾ ഉടനെ വേണു പറയുവാണ്, എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും SI ആകാതിരിക്കുക എന്നതാണ് സാറേ ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ അവൾ SI യൂണിഫോം ഇട്ട് പുറത്തു വന്നാൽ ഞങ്ങൾ മാത്രമല്ല ഈ നാട്ടുകാരെ മുഴുവനും അവൾ എടുത്തിട്ട് ഭരിക്കും. അപ്പോൾ ഉടനെ തന്നെ അയാൾ പറയുന്നുണ്ട്, വേണു അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അവൾ ഉടനെ തന്നെ വിളിച്ചു പറയും, എനിക്ക് SIയും ആകണ്ട പോലീസും ആകണ്ടെന്ന്. കൈവച്ചുകൊണ്ട് അവൾ അധികം വൈകാതെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടും. എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. ഈ ഒരു കാര്യം നിങ്ങൾ ഏൽപ്പിച്ചത് മധുസൂദനെയാണ്. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് വൃത്തിയും വെടിപ്പുമായിട്ട് പൂർത്തീകരിച്ചിരിക്കും. ഓ ശരി സാറേ, എനിക്കത് മതിയെന്നും പറഞ്ഞുകൊണ്ട് വേണു ഫോൺ കട്ട് ചെയ്യുവാണ്. സംഭാഷണങ്ങളെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്ന നന്ദുവിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. നന്ദു ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഓ അത് ശരി, അപ്പൊ ഇവൻ വേണുവിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് വന്നതാണല്ലേ? അങ്ങനെയാണെങ്കിൽ മധുസൂദനാ, നീ കേട്ടോ, നീ കരുതുന്ന ഒരാളല്ല ഈ നന്ദു.
കുപ്പായം ഞാൻ ഇടും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇട്ടിരിക്കും. അത് തടയാൻ നീ എന്തൊക്കെ പണികൾ കൊണ്ടുവന്നാലും പറ്റില്ല. എന്തായാലും നിനക്കുള്ള പണി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് മധുസൂദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്നെ എത്രയും പെട്ടെന്ന് പൂട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. ഇടങ്ങനെ റൂമിലെത്തുന്ന നന്ദു തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള തുഷാരയോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, ഈ വേണു എന്ന് പറയുന്ന ആളിനെ നിന്നോട് ഇത്ര പക തോന്നാൻ കാരണം എന്താണെന്ന്. മറുപടിയായി അനാമികയെക്കുറിച്ചും അനിയെക്കുറിച്ചും അവരുടെ വിവാഹത്തെക്കുറിച്ചും അത് തന്റെ ജീവിതത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദു നല്ല വിശദമായിട്ട് തുഷാരയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒക്കെ കേട്ടിട്ട് തുഷാര പറയുന്നുണ്ട്, അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നമുക്കിവനെ ഇവിടെ വെച്ച് ഒതുക്കിയേ പറ്റൂ. ഇതിനുള്ള മാർഗം എന്താണെന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കണം. തുടർന്ന് കാണിക്കുന്നത് ട്രെയിനിങ്ങിന് ശേഷം എല്ലാവരും ലഞ്ചിന് വേണ്ടി കയറുന്ന സമയമാണ്. ഓരോരുത്തരായിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ നന്ദു മാത്രം ഒരിടത്ത് മാറിയിരിക്കുകയാണ്. തുഷാര അടുത്ത് വന്ന് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്താ കഴിക്കാൻ വരുന്നില്ലേന്ന്. ഞാൻ വരാമടി, നിങ്ങൾ പോയി കഴിച്ചോളൂ, പിറകെ ഞാൻ വന്നോളാം എന്ന് പറയുവാണ് നന്ദു. സമയത്ത് നന്ദുവിന്റെ ഫോണിലേക്ക് അനി വിളിക്കുന്നുണ്ട്. നന്ദു ഫോൺ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും തൊട്ടുപിറകിൽ നിന്നും മധുസൂദനൻ അവളെ വിളിക്കുന്നത്. അതിനെ എന്താ കഴിക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് നന്ദു പറയുവാണ്, പിന്നെ സാർ എൻ്റെ വീട്ടിൽ നിന്നും ഒരു കോൾ വന്നു, ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചതിന് ശേഷം ഞാൻ പോയി ഭക്ഷണം കഴിച്ചോളാം. ശരി, നിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണോ കോൾ വന്നത്, അതോ മറ്റാരുടെയെങ്കിലും ആണോ? സാർ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സാറിന് എന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? എങ്കിൽ സാർ അതങ്ങ് തുറന്നു പറഞ്ഞോളൂ. നിന്നോട് എനിക്ക് വൈരാഗ്യമോ? ഇതിന് നമ്മൾ തമ്മിൽ മുൻ പരിചയമൊന്നുമില്ലല്ലോ. സർ, ഇവിടെ എൻ്റെ കൂടെയുള്ള മറ്റ് ട്രെയിനീസിനോടൊന്നും എന്നോട് ഇടപെടുന്നത് പോലെ സാർ ഇടപെടുന്നത് കണ്ടിട്ടില്ല. എന്നോട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ സാർ കാണിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. നന്ദന കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഈ പോലീസ് സേന എന്ന് പറയുന്നത് ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നാട്ടിലുള്ള ക്രിമിനലുകളെ ഒതുക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരിടത്തേക്ക് തരികിടയും തട്ടിപ്പുമായിട്ട് ഒരാൾ വന്ന് കയറാനും ഇവിടെ നിന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകാനും പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ എന്ത് വില കൊടുത്തും തടയുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം. സർ, അതിന് ഞാൻ എന്ത് തട്ടിപ്പും തരികിടയുമാണ് കാണിക്കുന്നത്? ശരി, നീ എന്താണ് കാണിക്കുന്നതെന്നോ? നിന്റെ ആ ഫോണൊന്ന് കാണിച്ചേ. നിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ വിളിച്ചതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം നീ തട്ടിപ്പാണോ കാണിക്കുന്നത് അല്ലയോ എന്ന്. അത് കേൾക്കുമ്പോഴേക്കും നന്ദു പെട്ടെന്നൊന്ന് പരുങ്ങുന്നുണ്ട്. ആ ഫോൺ തരാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന്റെ നേർക്ക് വീണ്ടും അയാൾ കൈ നീട്ടുവാണ്. അപ്പോൾ നന്ദു പറയുവാണ്, സർ, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കൈ കടത്തുന്നത് അത്ര നല്ല കാര്യമല്ല. ഫോൺ ഇങ്ങനെ പരിശോധിക്കുന്നതിന് സാറിന് എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ? ഈ എന്താ എന്നെ നിയമം പഠിപ്പിക്കാൻ വരുവാണോ? മര്യാദയ്ക്ക് ആ ഫോൺ ഇങ്ങ് താടി. ഇത് പറഞ്ഞ് അയാൾ പെട്ടെന്ന് നന്ദുവിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുവാണ്. നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, നിന്റെ ഫോൺ ഞാൻ അപ്പൊ തിരിച്ചു തരാമെന്നൊക്കെ പറയുമ്പോ, ഇല്ല സർ, എന്റെ ഫോൺ തിരികെ കിട്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകില്ലെന്നൊക്കെ പറയുമ്പോ, അത് ശരി, സൗകര്യത്തിന് നീ അവിടെ കയറി ചെല്ലുമ്പോൾ നിന്നെ ഊട്ടാൻ അവിടെ ആൾ കാണില്ല, പട്ടിണി കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോ, സർ, ഞാൻ പോയി കഴിച്ചോളാം, എന്റെ ഫോൺ ഇങ്ങ് താ, എന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. കേട്ടുകൊണ്ട് നന്ദു പതിയെ തിരിഞ്ഞു നടക്കുവാണ്. അയാൾ പിറകിൽ നിന്നും വിളിച്ചുകൊണ്ട് പറയുവാണ്, അതെ, ഈ ഫോണിന്റെ സ്ക്രീൻ ലോക്കാണ്, ഒന്ന് തുറന്നു തരണം, എനിക്ക് ഫോൺ പരിശോധിക്കാനാണ്. അപ്പൊ നന്ദു പറയുവാണ്, പ്ലീസ് സർ, ദയവ് ചെയ്ത് സാർ ഇങ്ങനെ എന്റെ പിറകെ നടന്ന് ഉപദ്രവിക്കരുത്. സാറിനോട് യാതൊരുവിധ മര്യാദക്കേടും അനുസരണക്കേടും കാണിച്ചിട്ടില്ല. എന്തിനാണ് സർ മറ്റാർക്കുമില്ലാത്ത നിയമങ്ങൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്? സാർ എന്റെ ഫോൺ ഇങ്ങ് തന്നേക്ക്, ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. അവളോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഈ ഫോൺ തുറന്നു തന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാം. അത് അനുസരിക്കാതിരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഈ ഫോണിന് ഇനി കാണില്ലെന്നൊക്കെ പറയുമ്പോൾ ഗത്യന്തരമില്ലാതെ ആ ഫോൺ തുറന്നു കൊടുക്കുവാണ്. തുടർന്ന് അയാളെ ഒന്ന് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് നന്ദു. അവിടെ എത്തുമ്പോൾ തന്റെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഇത്രയും വൈകിയത്, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നന്ദു തുഷാരയോട് തുറന്നു പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ തുഷാരയും പറയുന്നുണ്ട്, നന്ദു, നീ എന്തിനാ അയാൾക്ക് മുമ്പിൽ ഇങ്ങനെ തലകുനിക്കുന്നത്? ഇതെല്ലാം ക്ഷമിക്കാവുന്നതിലും അപ്പുറമാണ്. കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. ദയവ് ചെയ്ത് അനന്തപുരിയിലേക്ക് വിളിക്ക്, നിന്റെ മൂർത്തി മുത്തശ്ശനോട് കാര്യം പറ. സാർ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനകത്തുണ്ടാക്കുമെന്നൊക്കെ വീണ്ടും പറയുമ്പോ, വേണ്ടടി, അതൊന്നും ശരിയാവില്ലെന്ന് തന്നെ നന്ദു ആവർത്തിക്കുവാണ്. ഇതാണ് നിന്റെ കുഴപ്പം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ നീ ചെയ്യില്ല, എല്ലാം സ്വയം അനുഭവിക്കുക. പക്ഷെ എത്രത്തോളം നീ ഇങ്ങനെ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കും? എത്ര ദിവസം ഈ വൃത്തികെട്ടവന്റെ മുമ്പിൽ നീ ഇങ്ങനെ കീഴടങ്ങിക്കൊണ്ടിരിക്കും? അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം പോക്കാ. നിനക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ പറഞ്ഞ് തുഷാര അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് തുഷാര പുറത്തെത്തുമ്പോൾ മധുസൂദനൻ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എവിടെ നന്ദന? സർ, അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് അവളുടെ ഫോണാണ്, ഇത് അവളുടെ കയ്യിൽ കൊടുത്തേക്ക്.
അവളോട് പറഞ്ഞേക്കണം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയതല്ല പോലീസ് സേനയെന്ന്. ഇത്രയും പറഞ്ഞ് നന്ദുവിന്റെ ഫോൺ തുഷാരയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് നന്ദുവിന്റെ ഫോണുമായിട്ട് തുഷാര പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. എന്നിട്ട് ആ ഫോൺ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും മൂർത്തി സാറിന്റെ നമ്പർ എടുത്തിട്ട് അതിലേക്ക് വിളിക്കുവാണ്. മൂർത്തി മുത്തശ്ശൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ തുഷാര ആദ്യം സ്വയം പരിചയപ്പെടുത്തിയിട്ട് നന്ദു ഇവിടെ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കേട്ട് മൂർത്തി സാർ അങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. തുടർന്ന് അദ്ദേഹം പറയുവാണ്, എന്തായാലും മോൾ തന്നെ ഇക്കാര്യം എന്നെ വിളിച്ച് അറിയിച്ചത് നന്നായി. ഒരിക്കലും ഈ കാര്യം എന്നോട് പറയില്ലെന്ന് എനിക്കറിയാം. ആ കുട്ടി വലിയ അഭിമാനിയാണ്. അവള് മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയും എല്ലാം അങ്ങനെ തന്നെയാണ്. കാര്യമില്ല, ഞാൻ ഇപ്പോൾ തന്നെ വേണ്ട നടപടികൾ ചെയ്യാം. ഫോൺ വെച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ആ സമയം മുത്തശ്ശൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് അനി അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദുവിന്റെയും ഗോവിന്ദന്റെയും കാര്യമൊക്കെ പറയുന്നത് കേട്ടത് കൊണ്ട് തന്നെ അനി മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എന്താ കാര്യം? നന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ നന്ദുവിന്റെ കൂട്ടുകാരി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ മൂർത്തി സാർ അനിയോട് കൂടി പറയുവാണ്. അത് കേൾക്കുമ്പോൾ അനി പെട്ടെന്ന് പറയുവാണ്, മുത്തശ്ശ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനാമിക എന്നോട് വഴക്കടിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചില സൂചനകളൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നു. ട്രെയിനിങ് ക്യാമ്പിലിട്ട് നന്ദുവിന്റെ നടു ഒടിക്കുന്നത് പോലെ കഷ്ടപ്പെടുത്തുന്നു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഒരിക്കലും പോലീസ് യൂണിഫോം ഇട്ട് പുറത്തു വരില്ലെന്ന് അവൾ എന്നോട് ബെറ്റ് വെച്ചിരിക്കുകയാണ്. ട്രെയിനിങ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമത്രേ. അവളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവളും അവളുടെ അച്ഛനും കൂടി നന്ദുവിന്റെ ട്രെയിനറെ കയ്യിലെടുത്ത് എന്തൊക്കെയോ പദ്ധതികൾ ഒപ്പിച്ചിട്ടുണ്ടെന്നാ. സാരമില്ലടാ, ഞാൻ ഇപ്പോൾ തന്നെ അതിന് പ്രതിവിധി ചെയ്തോളാം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മൂർത്തി സാർ ഫോൺ എടുത്ത് നേരെ DGPയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ DGPയുമായിട്ട് പങ്കുവെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിലും നന്ദുവിനെ അയാൾ കഠിനമായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട്. വളരെ പരുക്കൻ വാക്കുകൾ പറഞ്ഞ് മാനസികമായിട്ട് നന്ദുവിനെ വേദനിപ്പിക്കുകയും ഗ്രൗണ്ടിന് ചുറ്റിലും കണ്ടമാനം ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിൽ അയാൾ പറഞ്ഞ അത്രയും ഓടി പൂർത്തിയാക്കാൻ കഴിയാതെ ഒരു വെയിലത്ത് നന്ദു തളർന്ന് ഇരിക്കുവാണ്. കാഴ്ചകളൊക്കെ അയാൾ അപ്പോൾ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. തുടർന്ന് അയാൾ നന്ദുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ദേഹമൊക്കെ ഒന്ന് അനങ്ങിയപ്പോൾ നിനക്ക് മനസ്സിലാവില്ലേ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്? നീയാണോ SI ആക്കാൻ വേണ്ടി യൂണിഫോമും തയ്പ്പിച്ച് വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്? ഞാനൊരു കാര്യം നിന്നോട് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാം, ഒരിക്കലും നീ ട്രെയിനിങ് പൂർത്തിയാക്കില്ല. ഒരിക്കലും പോലീസ് യൂണിഫോമും ഇടില്ല. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വിശ്രമിച്ചിട്ട് ഞാൻ പറഞ്ഞ റൗണ്ട് അത്രയും ഓടി തീർക്കണം പറഞ്ഞ് അയാൾ തിരികെ വന്നിരുന്നേ അയാളുടെ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്തതെല്ലാം വേണുവിന് അയച്ചു കൊടുക്കുന്നുണ്ട്. പുതിയ വീഡിയോ കണ്ടതിന് ശേഷം ഉടൻ തന്നെ വേണു തിരികെ വിളിക്കുവാണ്. മധുസൂദനോട് പറയുവാണ്, സാറേ ഗംഭീരമായിരിക്കുന്നു. സത്യത്തിൽ ഒരു നേരം പോക്കിന് മാർഗങ്ങളൊന്നുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഇവിടെ ബോറടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാർ ഇങ്ങനെയുള്ള കലാപരിപാടികളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ അയച്ചു തരുന്നത്. സത്യം പറയാലോ സാറേ, എനിക്കും എന്റെ പെണ്ണും പിള്ളക്കും മോൾക്കും ഏത് നേരവും ഇത് കണ്ട് ചിരിക്കാനേ സമയമുള്ളൂ. പിന്നെ സാറേ, ആ പെണ്ണൊരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ. അവളെ ഒതുക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷെ കൊടിയ വിഷമാണ് അവളുടെ ഉള്ളിലിരിക്കുന്നത്. 2 പ്രാവശ്യം എന്നെയും എന്റെ ഭാര്യയെയും വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ട് സാറേ. വലിയ കരാട്ടക്കാരിയാണ്. അവളുടെ കയ്യിൽ നിന്നും ഒരു ഇടി കിട്ടിയാൽ വലിയ ഇരുമ്പ് കൂടം കൊണ്ട് അടിച്ചതുപോലെയാണ്. അവനോടായതുകൊണ്ട് ഞാൻ അങ്ങ് തുറന്നു പറയുവാണ്, ഇപ്പോഴും ഞാനും എന്റെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് തിരുമ്മിക്കാൻ പോകാറുണ്ട്. അതിൽ ഇടിയാണ് അവൾ ഇടിച്ചു കളഞ്ഞതെന്നൊക്കെ വേണു പറയുമ്പോ മധുസൂദനൻ പറയുവാണ്, എന്തായാലും താനൊന്ന് സമാധാനപ്പെട്. ഇത്രയും നാളും അവൾ സന്തോഷിച്ചെങ്കിൽ ഇനിയുള്ള നാൾ അവളുടെ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം. ഉള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുമ്പോ, സാറേ അവൾക്കിട്ട് 4 ഇടി കൊടുക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? താൻ എന്തൊക്കെയാടാ വേണു ഈ പറയുന്നത്? ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, പോലീസ് ട്രെയിനിങ് ക്യാമ്പാണ്. എന്ന് വെച്ചാൽ പോലീസ് ആകാൻ വരുന്നവരെ പരിശീലിപ്പിക്കുന്ന സ്ഥലം. ഇവിടെ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതോടുകൂടി എന്റെ കാര്യം കഴിഞ്ഞു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെടിപ്പായിട്ട് ചെയ്തു തരാം. വേണു വീണ്ടും പറയുവാണ്, സാറേ ഞാൻ പറയുന്നതെന്ന് സാറ് ശ്രദ്ധിച്ച് കേൾക്ക്. അവൾക്ക് ഉഷിരിത്തിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവളെ കാര്യമായിട്ടൊന്ന് പ്രകോപിപ്പിച്ചാൽ അവൾ അതിനോട് റിയാക്ട് ചെയ്യും. സാറിന് നേരെ അവൾ ഉറപ്പായിട്ടും കൈ പൊക്കിയിരിക്കും. അതിനുള്ള വഴി സാർ ഉണ്ടാക്കണം. ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം. സാർ അതൊന്ന് പരീക്ഷിച്ചു നോക്ക്, ഉറപ്പായിട്ടും വിജയിക്കും. സാറിന് വിശ്വാസമുള്ള ആരെങ്കിലും നേരത്തെ തന്നെ ചട്ടം കെട്ടി നിർത്തണം. എന്നിട്ട് അവർ പോലും അറിയാതെ ഞാൻ പറഞ്ഞതുപോലെ അവരെ പ്രകോപിപ്പിക്കണം. അവളുടെ ആത്മാഭിമാനത്തെ തൊടുന്നു എന്ന് കണ്ടാൽ അവൾ പിന്നെ SI കുപ്പായത്തെ കുറിച്ചൊന്നും ഓർക്കില്ല. അവൾ പ്രതികരിക്കും, അവൾ കൈപ്പൊക്കും. അത്രയും പോരെ സാറേ? അങ്ങനെ വന്നാൽ സാക്ഷി പറയാനുള്ള തെളിവുകളും ആകും. അവൾ പോലീസുകാരി ആവില്ല എന്ന് മാത്രമല്ല, അവൾക്കെതിരെ ഒരു കേസ് കൂടി ചാർജ് ചെയ്ത് അവളെ അകത്താക്കാനുള്ള വഴിയും തെളിയും. അത് കേൾക്കുമ്പോൾ മധുസൂദനും തോന്നുവാണ്, അത് കൊള്ളാം, അതൊരു നല്ല ഐഡിയ ആണ്. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. മധുസൂദനൻ പറയുവാണ്, എന്തായാലും ഞാൻ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കാം. ഇതിനൊക്കെ കാര്യമായിട്ട് ചിലവുകളുണ്ട് കേട്ടല്ലോ സാറേ. ഇത് സാറിന് എത്രയോ വേണ്ടത്, എന്താ വേണ്ടത് അത് പറഞ്ഞാൽ പോരെ? ഞാൻ അതുപോലെ ചെയ്യില്ലെന്നൊക്കെ പറയുമ്പോ, ശരി ശരി, ഉടൻ തന്നെ സന്തോഷത്തിന്റെ വാർത്ത നിങ്ങളെ തേടിയെത്തും. അതിരുന്നോന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ് അയാള്. തുടർന്ന് അത് പറഞ്ഞിട്ട് മധുസൂദനൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴായിരിക്കും തന്റെ തൊട്ടുപുറകിൽ 2 പോലീസുകാർ നിൽക്കുന്നത് കാണുന്നത്.
പെട്ടെന്ന് അയാളൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പൊ പുറകിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർമാരിൽ ഒരാൾ പറയുവാണ്, കേട്ടോ താൻ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. നിങ്ങൾക്കെതിരെ DGPക്ക് ഒരു പരാതി പോയിട്ടുണ്ട്. പരാതി ലഭിച്ച ഉടൻ തന്നെ അന്വേഷണത്തിനു വേണ്ടി ഞങ്ങൾ ഇവിടേക്ക് അയച്ചതാ. എന്തായാലും ഞങ്ങളുടെ പണി ഇയാൾ എളുപ്പമാക്കി തന്നല്ലോ. കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വരില്ലല്ലോ. ഏകദേശം 90% കാര്യങ്ങളും ഇയാളിൽ നിന്ന് തന്നെ ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. കേട്ടോ ആരെയാണ് താനിപ്പോ ഫോണിൽ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ സാറേ എന്റെ ഒരു സുഹൃത്തിനെയാണ്. കേസിന്റെ വിഷയം സംസാരിക്കുമായിരുന്നെന്നൊക്കെ പറയുമ്പോ തനിക്ക് എന്ത് കേസിന്റെ കാര്യമാണോ സംസാരിക്കാനുള്ളത്? ട്രെയിനറായിട്ട് നിൽക്കുന്ന താൻ ആരോട് എന്തിന്റെ കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഫോൺ ഇങ്ങോട്ട് തന്നേന്നൊക്കെ പറയുമ്പോ സാർ എന്റെ ഫോണിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ ഫോൺ പരിശോധിച്ചിട്ട് എന്ത് കാര്യങ്ങളാണ് അറിയാനുള്ളത്? എടോ അത് തീരുമാനിക്കുന്നത് താനല്ല ഞങ്ങളാണ്. ഫോൺ ഇവിടെ താടോന്നും പറഞ്ഞുകൊണ്ട് മധുസൂദന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിക്കുവാണ് അവർ ഫോൺ പരിശോധിക്കുമ്പോൾ വേണുവിന്റെ ഫോണിലേക്ക് ഒട്ടനവധി കോളുകൾ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല വേണുവിന് വാട്സാപ്പായി നന്ദുവിനെതിരായിട്ടുള്ള പല വോയിസ് ക്ലിപ്പുകളും നന്ദുവിന്റെ പരിശീലന മുറകളും ഒക്കെ അയച്ചു കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് മധുസൂദനോട് പോലീസ് ഓഫീസേഴ്സ് ചോദിക്കുവാണ്, എന്താടോ ഇതൊക്കെ? ഈ നന്ദന എന്ന് പറയുന്ന ട്രെയിനിയെ തനിക്ക് നേരത്തെ അറിയുവോ? തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ ഒരു പ്രശ്നവുമില്ല. എന്തിനാണ് ആ കുട്ടിയുടെ കണ്ടമാനം വീഡിയോകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തുള്ള ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്? ആരാടാ ഈ വേണു എന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ അതെന്റെ ഒരു സുഹൃത്താണ്. ശരി താൻ ഇനി കൂടുതലൊന്നും പറയണ്ട. ഏറെക്കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയും ഇവിടെ തുടർന്നാൽ ഇവിടെ പല കുട്ടികളുടെയും ഭാവി അപകടത്തിലാവും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മധുസൂദന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അവർ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും ഒരു കൂട്ടം പോലീസുകാർ അയാളുടെ അപ്പുറവും ഇപ്പുറവും വന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് ആ പോലീസ് ഓഫീസർ പറയുവാണ്, തൽക്കാലം ഇയാൾ അല്പനേരം ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ നന്ദുവിന്റെയും കൂട്ടുകാരുടെയും അരികിൽ വന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ മധുസൂദന് എതിരായി പോലീസിൽ പരാതി പറയുന്നുണ്ട്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പരാതികൾ എഴുതി വാങ്ങിയതിനു ശേഷം വീണ്ടും അയാൾ മധുസൂദന്റെ അരികിലേക്ക് മടങ്ങി വരുവാണ്. എന്നാൽ പോലീസ് ഓഫീസർ അയാളോട് പറയുവാണ്, എടോ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയാണ് തന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. എന്നെ പോലെയുള്ള ക്രിമിനലുകൾ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിടുപണി ചെയ്യാൻ തയ്യാറാവുമ്പോൾ തകർന്നു പോകുന്നത് നമ്മുടെ പോലീസ് സേനയുടെ വീര്യം തന്നെയാണ്. നാടിന്റെ ക്രമസമാധാന പാലന മേഖലയിലേക്ക് ആത്മാർത്ഥതയോടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പലരുടെയും ജീവിതമാണ് നീ തകർക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് താൻ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ട. സസ്പെൻഷൻ ഓർഡർ ഉടനെ തന്നെ ഇയാളുടെ കയ്യിലെത്തും. മിക്കവാറും അതിന്റെ തൊട്ടുപിറകിൽ തന്നെ പിരിച്ചുവിടലിന്റെ ഉത്തരവും വരാൻ സാധ്യതയുണ്ട്. ഒരു പാവം പെൺകുട്ടി അവളുടെ നിസ്സഹായത ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ മുമ്പിൽ തൊയ്തു നിന്നിട്ട് അവൾക്ക് മനസ്സിലിവുണ്ടായില്ല. അവളുടെ ഭാവിയെ ഓർത്തിട്ട് മാത്രമാണ് നിങ്ങളെ അവൾ തല്ലാതിരുന്നത്. അങ്ങനെയുള്ള തനിക്ക് യാതൊരുവിധ പുനഃപരിശോധനയ്ക്കും അവസരം തരാൻ പാടില്ല. അതുകൊണ്ട് പോലീസ് സേനയിൽ നിന്ന് തന്നെ നിന്നെ പിരിച്ചുവിടാൻ ഞാൻ ശുപാർശ ചെയ്യുവാണെന്നൊക്കെ പറയുമ്പോൾ ഞെട്ടലോട് കൂടി മധുസൂദനൻ പറയുവാണ്, ദയവായി അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഈ പെൺകുട്ടി മോശക്കാരിയാണെന്നും ക്രിമിനൽ മൈൻഡ് ഉള്ളവളാണെന്നും എനിക്കൊരു അറിവ് ലഭിച്ചു. ഉള്ളവർ നമ്മുടെ പോലീസ് സേനയിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പെൺകുട്ടി ഒരു ക്രിമിനൽ ആണെന്ന് തന്നോട് ആരോടോ പറഞ്ഞത്? എവിടെ നിന്നാണ് തനിക്ക് അങ്ങനെ ഒരു വിവരം ലഭിച്ചത്? പെൺകുട്ടിയുടെ പേരിൽ എന്ത് കേസാണുള്ളത്? തനിക്ക് അറിയുവോ അതിനെപ്പറ്റി? ഞാനിപ്പോ ഫോണിൽ സംസാരിച്ച ആൾ തന്നെയാണ് എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഉണ്ടോടോ തനിക്ക്? ഒരു പോലീസുകാരനോട് നാട്ടിലെ ഒരു തമ്മാടി പറഞ്ഞു ട്രെയിനിങ്ങിന് വന്ന ഒരു കുട്ടി ക്രിമിനൽ ആണെന്ന്. കൂടാതെ അവളെ ഇല്ലാതാക്കാൻ ക്യാഷും തന്നു. മറ്റൊന്നും ചിന്തിക്കാതെ താൻ ഇത് സ്വീകരിച്ചുവല്ലേ? പെൺകുട്ടിയെ കുറിച്ച് നേരത്തെ തന്നെ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അവൾ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് ട്രെയിനിങ്ങിന് വേണ്ടി അവസരം കൊടുത്തത്. പകൽ നടു റോട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ തയ്യാറായ ചെറുപ്പക്കാരനെ അവൾ തല്ലി. അതിന്റെ പേരിൽ അവൾക്കെതിരെ ഒരു കേസ് കോടതിയിൽ ഉണ്ടായിരുന്നു. വല്ലതും താൻ അന്വേഷിച്ചോ? തനിക്കതല്ലല്ലോ ജോലി. ഇവരും വല്ലതും പറയുന്നത് കേട്ടെ അവരുടെ പോക്കറ്റിലെ നക്കാപ്പിച്ചയും വാങ്ങി അവർക്ക് വേണ്ടി ജോലി ചെയ്യലല്ലേ പതിവ്? അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാനല്ലേ താൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? താൻ അന്വേഷിക്കണം ആ കേസിന്റെ വിധി എന്തായിരുന്നു എന്ന്. വേണു എന്ന് പറയുന്നവൻ അവനായിരുന്നു ആ ക്രിമിനൽ. അവൻ നടു റോട്ടിൽ വെച്ച് നടത്തിയ ഒരു നാടകമായിരുന്നു അത്. തന്നതുപോലെ ക്യാഷ് കൊടുത്ത് അവനെ ഒരു പെണ്ണിനെയും ചെക്കനെയും വാടകയ്ക്ക് എടുത്തു. അവരെ വെച്ച് നടു റോട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ നടത്തിയ ഒരു നാടകം. പക്ഷെ നാടകം നടത്തിയവനെ ഇടിച്ച് പരിപ്പിളക്കി. തുടർന്ന് കോടതിയിൽ ആ പെണ്ണിനെയും ചെക്കനെയും ഇട്ട് വറുത്തു കോരി ഈ പറയുന്ന പെൺകുട്ടി. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നാൽ നാട്ടിലുള്ള കൊള്ളക്കാർക്കും കഞ്ചാവ് കച്ചവടക്കാർക്കുമൊക്കെ നല്ലൊരു പണിയായിരിക്കുമടോ. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് താൻ ഇവിടെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്. ഇവിടെ നിന്ന് പുറത്താക്കാനാണ് താൻ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഇക്കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് താനിപ്പോൾ പറയുന്നത്. എടോ ഈ പെൺകുട്ടിയെ കുറിച്ച് അങ്ങനെ ഒരു പരാതി തന്റെ മുമ്പിൽ വന്നപ്പോൾ ആദ്യം താൻ ചെയ്യേണ്ടിയിരുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നതായിരുന്നു. ആ പരാതി തനിക്ക് തന്ന ആളെക്കുറിച്ചും അന്വേഷിക്കണമായിരുന്നു. ഞാൻ ഈ കുട്ടിയോട് മാപ്പ് പറയാം. ദയവ് ചെയ്ത് സാറ് എനിക്കെതിരെ നടപടി എടുക്കരുത്. താൻ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല.
പെൺകൊച്ച് തന്നോട് ക്ഷമിച്ചാലും തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം തനിക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് DGP ആണ്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കേൾക്കുന്നതും മധുസൂദനൻ ഒരു അമ്പരപ്പോട് കൂടി നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കുവാണ്. അപ്പോൾ വീണ്ടും പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, താൻ ഇത് കേട്ടിട്ട് ഞെട്ടുകയൊന്നും വേണ്ട. കുട്ടിക്ക് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആളും തരവും നോക്കി ഇറങ്ങണമെന്ന്. എന്തായാലും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. താൻ നടക്കിയെന്നും പറഞ്ഞിട്ട് പോലീസ് ഓഫീസർ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും കൂടി മധുസൂദന്റെ ചുറ്റും കൂടുകയും അയാളെ വലിച്ചു പൊക്കി പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോവുകയും ചെയ്യുവാണ്. തുടർന്ന് മറ്റൊരു പോലീസുകാരൻ നന്ദുവിനോട് പറയുന്നുണ്ട്, കുട്ടി വല്ലാതെ കഷ്ടപ്പെട്ടുവല്ലേ, എന്തായാലും ഇപ്പൊ സന്തോഷമായില്ലേ? ഇവന്മാരെ പോലെയുള്ളവരാണ് നമ്മുടെ സേനയ്ക്ക് ഏറ്റവും വലിയ ആപത്ത്. എന്തായാലും ഇനി കുട്ടിക്ക് സമാധാനമായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. കാര്യം പോക്കാണ്. ഇനി അവൻ ഒരിക്കലും പോലീസ് സേനയിൽ ഉണ്ടാവില്ല. അവനെതിരെ കേസ് ചാർജ് ചെയ്യാനാണ് DGPയുടെ ഓർഡർ. ഇതിൽ അവൻ ഒന്നും പറയാനുണ്ടാവില്ല. ഈ വീഡിയോ ക്ലിപ്പുകളും നിങ്ങളുടെ സാക്ഷിമൊഴികളും അവൻ ഇവിടെ നിന്ന് അയക്കുകയും തിരികെ അവന്റെ ഫോണിലേക്ക് വരികയും ചെയ്ത അനേകം വോയിസ് മെസ്സേജുകൾ എല്ലാം അവനെതിരായിട്ടുള്ള തെളിവുകൾ തന്നെയാണ്. ഉള്ള ശക്തമായിട്ടുള്ള തെളിവുകൾ നിലനിൽക്കുമ്പോൾ അവന്റെ പണി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ചെയ്ത ക്രൂരതയ്ക്ക് അയാൾ അഴിയെണ്ണാനും സാധ്യതയുണ്ട്. കുട്ടി പോയിക്കോളൂ, കുട്ടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസ് ഓഫീസറും അവിടെ നിന്ന് പോവുകയാണ്. അന്ന് നന്ദുവിനെ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കുകയും ട്രിപ്പ് ഇടുകയും വേണ്ട മെഡിസിൻ എല്ലാം നൽകുകയും ചെയ്യുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം നന്ദു തുഷാരെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നുണ്ട് മൂർത്തി സാറിനോട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതിന്. അനന്തപുരിയിലേക്കും വിളിച്ചിട്ട് മൂർത്തി സാറിനോട് കാര്യങ്ങളൊക്കെ പറയുകയും മുത്തശ്ശനോട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നന്ദു. തുടർന്ന് ട്രെയിനിങ് ക്യാമ്പിൽ പുതിയ ട്രെയിനർ ചാർജ് എടുക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിലാണ്. മധുസൂദന്റെ സ്ഥാനത്ത് പുതിയ ട്രെയിനർ എത്തുമ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നന്ദുവിനെയാണ്. നന്ദു തന്റെ മനസ്സിൽ പറയുവാണ്, താൻ ഒരിക്കലും പോലീസ് യൂണിഫോമിൽ പുറത്തു വരരുത് എന്നായിരുന്നല്ലോ വേണുവിന്റെയും അനാമികയുടെയും ആഗ്രഹം. നന്ദന പോലീസ് യൂണിഫോമിൽ ആദ്യം തന്നെ എത്തുന്നത് വേണുവിന്റെ അടുത്തേക്കായിരിക്കും. ആദ്യമായിട്ട് കേസ് എടുക്കുന്നതും കേസ് ഫയൽ ചെയ്യുന്നതും അനാമികയെ നിനക്കും നിന്റെ തന്തയ്ക്കും എതിരെ ആയിരിക്കും. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നന്ദു തുടർന്നും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുവാണ്. തുടർന്ന് കാണിക്കുന്നത് ജോലിയിൽ നിന്നും സസ്പെൻഡിലായ മധുസൂദനൻ അടുത്ത ദിവസം തന്നെ വേണുവിനെ കാണാനായിട്ട് വരുന്നതാണ്. മധുസൂദനെ കണ്ടപാടെ വേണു വളരെ സന്തോഷത്തോടെ ഇറങ്ങി ചെന്നിട്ട്, അല്ല ഇതാര്? മധുസൂദനൻ സാറോ, എന്താണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട് പോകുന്നത്? കാര്യത്തിൽ തീരുമാനമായി അല്ലേന്നൊക്കെ ചോദിക്കുമ്പോ തീരുമാനമൊക്കെ ആയി. ആ തീരുമാനമായത് അവളുടെ കാര്യത്തിലല്ല എന്ന് മാത്രം, എന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ സസ്പെൻഷനിലാണെന്നൊക്കെ പറയുമ്പോ വേണു ഒന്ന് ഞെട്ടുന്നുണ്ട്. സമയത്ത് അയാൾ സസ്പെൻഷൻ ഓർഡർ എടുത്ത് വേണുവിന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വേണു ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതെന്ത് പറ്റി സാറേ? ഇത് DGPയുടെ ഉത്തരവാണ്. എനിക്കെതിരെ സസ്പെൻഷൻ ഇട്ടുകൊണ്ടുള്ള ഉത്തരവ്. അനന്തപുരിയിൽ നിന്നാണ് എനിക്കെതിരെ പരാതി പോയിട്ടുള്ളത്. എന്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചു. ഞാൻ ഇയാളോട് സംസാരിച്ചതും ഇയാൾക്ക് അയച്ചു തന്ന വീഡിയോസും മെസ്സേജുകളും ഉൾപ്പെടെ തെളിവ് ഉൾപ്പെടെ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ജോലി തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വേണു, ഞാനൊരു അഴിമതിക്കാരനായ പോലീസ് ഓഫീസർ അല്ലായിരുന്നു. പേരിൽ ഇതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള പരാതികളും എവിടെയും വെളിപ്പെട്ടിട്ടില്ല. ആരുടെയും കയ്യിൽ നിന്ന് ഒരു നക്കാപ്പിച്ചയും ഞാൻ വാങ്ങിയിട്ടുമില്ല. ഞാൻ ഒറ്റൊരാളാണ് ഇപ്പോൾ എന്നെ കുടുക്കിയത്. ആ പെൺകുട്ടിയെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയുകയും അവളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ആ കുട്ടി ഒരു ക്രിമിനലാണ് എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കരാട്ടക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ശരി തന്നെയാ. പോലീസുകാരന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു വീഴ്ചയായി പോയി അത്. ഈ വെച്ച് നീട്ടിയ ക്യാഷ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് ഒരു അന്വേഷണവും നടത്താതെ അവൾക്കെതിരെ നിലപാട് എടുത്തു എന്നുള്ളതായിരുന്നു അത്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഗതി തിരിച്ചായിരുന്നു എന്നുള്ളത്. ഞാനായിരുന്നു ക്രിമിനൽ. സാമ്പത്തിക തട്ടിപ്പും ഭവനഭേദനവും കൊലക്കുറ്റവും ഒക്കെയായി പല കേസുകളാണ് തന്റെ പേരിൽ പല സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള തന്നെ മനസ്സിലാക്കാതെ തന്റെ വാക്ക് കേട്ട് ഞാനിപ്പോൾ വാരിക്കുഴിയിൽ വീണിരിക്കുകയാണ്. കൊണ്ട് തൽക്കാലം എന്റെ വകയായിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണുവിന്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് മധുസൂദനൻ. വേണുവിനോട് പറയുകയാണ്, എന്തായാലും താനൊന്ന് കരുതിയിരുന്നോ, അധികം താമസിയാതെ തന്റെ പേടി സ്വപ്നമായിട്ടുള്ള നന്ദന പോലീസ് യൂണിഫോമിൽ ഇവിടേക്ക് മടങ്ങി വരും. കുറ്റം പറയരുതല്ലോ, അതിനുള്ള എല്ലാ കഴിവുകളും ആ കുട്ടിക്കുണ്ട്. അവൾ ഉറപ്പായിട്ടും ട്രെയിനിങ് പൂർത്തിയാക്കി വിജയിച്ച് തന്നെ തിരിച്ചു വരും. ഇയാൾക്കുള്ള പണി എന്തായാലും ബാക്കി അവൾ നോക്കിക്കൊള്ളും. അന്ന് അവൾക്കൊപ്പം എന്നെ തെറ്റിദ്ധരിപ്പിച്ചതിനെ തന്നെ നേരിടാൻ ഞാനും ഉണ്ടാകും. അതിന് യൂണിഫോം പോയാലും തന്നെയും തന്റെ മകളെയും അകത്താക്കാതെ മധുസൂദനന് ഇനി വിശ്രമമില്ല. എന്തായാലും ജോലി നഷ്ടപ്പെട്ടെങ്കിലും ഒന്നുകൂടി ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അവളെ ഒന്ന് കാണാൻ.
അവളോട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ എനിക്ക് മാപ്പ് ചോദിക്കണം എന്നും പറഞ്ഞ് മധുസൂദനൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇറങ്ങിപ്പോകുന്ന മധുസൂദനെ തന്നെ നോക്കിക്കൊണ്ട് കവളിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന വേണുവിന്റെ അരികിലേക്ക് രേവതി വന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ പൊന്നു വേണുവേട്ടാ, എത്ര പെട്ടെന്നാണ് നമ്മുടെ സന്തോഷങ്ങളെല്ലാം ദുഃഖമായി മാറിയത്. അവളുമാർക്കെതിരെ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം തിരിച്ച് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴുകയാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും വേണുവേട്ടാ? അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? പോലീസിന്റെ കുപ്പായവും ഇട്ടുകൊണ്ട് മടങ്ങിയെത്തിയാൽ അതോടുകൂടി നമ്മുടെ ജീവിതം തീർന്നു വേട്ടാ. നമുക്കിനി ഈ നാട്ടിൽ നിൽക്കേണ്ട, എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടാം. അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്നും തല്ലുകൊണ്ട് നമ്മൾ ചാകത്തേയുള്ളൂ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. വേണുവാണെങ്കിലും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുകൊണ്ടിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.